ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സമൂഹശാസ്ത്രം എന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന 9th സ്റ്റാൻഡേർഡ് ന്യൂ SCERT-യിലെ 8th ലെസൺ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. നോക്കാം ഈ ഒരു ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമാണ് ഇവിടെ ടേബിളിൽ തന്നിരിക്കുന്നത്. ലിംഗപദവിയും ലിംഗഭേദവും വ്യത്യസ്തമായ ആശയങ്ങളാണ്. അപ്പൊ ലിംഗപദവി എന്താണ്, ലിംഗഭേദം എന്താണ്? പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഈ രണ്ട് വേർഡ്സ് ആണ്, ലിംഗപദവിയും ലിംഗഭേദവും. അപ്പൊ ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം വ്യക്തിയിൽ നിക്ഷിപ്തമാണ്. ഇത് കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, 2023 ഓഗസ്റ്റ് 8 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു നിരീക്ഷണത്തെ പറ്റിയുള്ള വാർത്തയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ലിംഗപദവി എന്താണ്, ലിംഗഭേദം എന്താണ് എന്ന് നോക്കാം. നോക്കിയേ, ലിംഗഭേദം, ലിംഗപദവി. ഇപ്പൊ ലിംഗഭേദം എന്ന് പറയുമ്പോൾ എന്താണ്? സെക്സ് ആണ്. ലിംഗഭേദം സെക്സും, അതുപോലെ ലിംഗപദവി എന്ന് പറയുന്നത് ജെൻഡറുമാണ്. ഓക്കെ, സെക്സും ജെൻഡറും. ലിംഗഭേദം എന്നത് സെക്സും, ലിംഗപദവി, പദവി എന്ന് പറയുന്നത് ജെൻഡറും. അപ്പൊ നമുക്ക് എന്താണ് ലിംഗഭേദം, എന്താണ് ലിംഗപദവി? ശരിക്കും ഇത് രണ്ടും എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ലിംഗഭേദവും ലിംഗപദവിയും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നോക്കിയേ, ആണെന്നും പെണ്ണെന്നും വേർതിരിക്കുന്ന ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം. ആണെന്നും പെണ്ണെന്നും വേർതിരിക്കുന്ന ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ലിംഗഭേദം എന്ന് പറയുന്നത്. ഇനി ക്രോമസോമുകൾ, ശരീരഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റ് ശാരീരിക ഘടകങ്ങൾ എന്നിവയിൽ ആണിനും പെണ്ണിനുമുള്ള വ്യത്യാസങ്ങളാണ് ലിംഗഭേദം എന്ന പദം അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇപ്പൊ ലിംഗഭേദം അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുമ്പോൾ ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ്. ശരീരത്തിന്റെ ഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റ് ശാരീരിക ഘടകങ്ങൾ എന്നിവയിൽ ആണിനും പെണ്ണിനും വ്യത്യസ്തമായിട്ടുള്ളതിനെയാണ് ലിംഗഭേദം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ലിംഗഭേദം നമുക്ക് പറയാം ജനന സമയത്ത് നിശ്ചയിക്കപ്പെടുന്നതാണെന്ന് അല്ലെ. സാധാരണയായിട്ട് ആണ്, പെണ്ണ് എന്നിങ്ങനെയാണ് നമ്മൾ ലിംഗഭേദം പറയാറുള്ളത്, അല്ലെങ്കിൽ സെക്സ് പറയാറുള്ളത്, ആണെന്നും പെണ്ണെന്നും. ആണെന്നും പെണ്ണെന്നും വേർതിരിക്കുന്ന ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്? ലിംഗഭേദം അല്ലെങ്കിൽ സെക്സ്. ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളാണ് സെക്സിൽ വരുന്നത്. ക്രോമസോമുകൾ, ശരീരഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റ് ശാരീരിക ഘടകങ്ങൾ എന്നിവയിൽ ആണിനും പെണ്ണിനും ഉള്ള വ്യത്യാസമാണ് ലിംഗഭേദം. ലിംഗഭേദം എന്നുള്ള ആ ഒരു ടേംസ് അങ്ങ് മനസ്സിൽ ഉറപ്പിക്കണം. എന്നാൽ മാത്രമാണ് പിന്നീട് തുടർന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ ലിംഗഭേദം, ലിംഗപദവി എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കുള്ളൂ. അപ്പൊ ലിംഗഭേദം എന്ന് പറയുന്നത് എന്താണ്? സെക്സ് ആണ്. ഓർത്ത് വെച്ചേക്കുക, ലിംഗഭേദം എന്താണ്? സെക്സ്. അത് മറന്നു പോകരുത്. മറന്നുപോയാൽ പിന്നെ ആകെ കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ അടിവരയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. ലിംഗഭേദം എന്നാൽ സെക്സും, ലിംഗപദവി എന്നാൽ ജെൻഡറുമാണ് എന്ന കാര്യം. ഇനി നമുക്ക് ലിംഗപദവി നോക്കാം. ലിംഗപദവി എന്ന് പറയുമ്പോൾ എന്താണ്? ജെൻഡർ ആണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്തിനെ കുറിച്ചാണ്? ലിംഗഭേദം അല്ലെങ്കിൽ സെക്സിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജെൻഡറിനെ കുറിച്ചാണ്. അപ്പോൾ ജെൻഡർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലിംഗപദവി എന്ന് പറയുന്നത് പ്രത്യേക സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷൻ, സ്ത്രീ എന്നീ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകൾ. ഇങ്ങനെയൊന്നും വേണ്ട, നമുക്കൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ബേബി ഷവറിന് പോവാണ്. ബേബി ഷവറിന് പോകുമ്പോൾ എന്താണ്, നമ്മൾ ഗേൾ ആണ് അല്ലെ, ഗേൾ ആണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പിങ്ക് കളർ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ബ്ലൂ കളർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ബേബി ബോയ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതൊക്കെ എന്താണ്? ഒരു ജൈവിക കാരണങ്ങളൊന്നും ഇല്ല അതിന്. നമ്മളുടെ ഒരു കൺസെപ്റ്റ് ആണ് അങ്ങനെ. എന്ത്? ഈ പിങ്ക് നിറം സ്ത്രീകൾക്കുള്ളതാണെന്നും നീല നിറം പുരുഷന്മാർക്കുള്ളതാണെന്നുള്ളത് നമ്മുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. അപ്പൊ ഇത് കാലങ്ങളായിട്ടുള്ള സാമൂഹിക സമ്പ്രദായമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ലിംഗപദവി എന്ന് പറയുമ്പോൾ അതിന് ബയോളജിക്കൽ ആയിട്ട് ഒരു സ്ഥിരതയില്ല ഉള്ള കാര്യമല്ല. സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ് ലിംഗപദവി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ലിംഗപദവി എന്ന് പറയുന്നത് ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്ന് പറയാം. ലിംഗപദവി എന്നാൽ എന്താണ്? ജെൻഡർ ആണ്. ജെൻഡർ ഓർത്ത് വെക്കുക. അപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് അത് പ്രത്യേക സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷൻ, സ്ത്രീ എന്നീ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായിട്ടുള്ള സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ചുരുക്കി പറയുകയാണെങ്കിൽ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള സവിശേഷതകളെയാണ് ലിംഗപദവി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് സമൂഹം രൂപപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.
അതായത് ഇവിടെ നോക്കിയേ, സ്ത്രീ, പുരുഷന് സ്ത്രീ എന്നീ ലിംഗ പദവികളുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഉദാഹരണമായിട്ട് ആൺകുട്ടികൾക്ക് കളിത്തോക്കുകൾക്കും പെൺകുട്ടികൾക്ക് പാവകളുമാണ് അനുയോജ്യമായ കളിപ്പാട്ടങ്ങൾ എന്ന ധാരണ പൊതുവേ ഉണ്ട്. അപ്പൊ നമ്മുടെ പെൺകുട്ടികളൊക്കെ കടയിൽ പോയിട്ട് കാറ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നത്, ഓ ആണായിട്ട് ജനിക്കേണ്ടായിരുന്നു, എന്തോ പറ്റി പെണ്ണായി പോയതാന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ ആൺകുട്ടികൾ പോയി പാവയൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് പറയാറുണ്ട്, പൊതുവേ പറയാറുള്ളതാണ് പാരന്റ്സ്, എന്താ, നീ എന്തോ ഒരു പെൺകുട്ടിയായി ജനിക്കേണ്ടതായിരുന്നു, അവന് കണ്ട പാവയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്, ഏതെങ്കിലും ആൺകുട്ടികൾ പാവ സെലക്ട് ചെയ്യും, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ വായിന്ന് അറിയാതെയാണെങ്കിൽ അത് വന്ന് പോവാറുണ്ട്. അപ്പൊ ലിംഗ പദവി എന്ന് പറയുമ്പോൾ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. അത് സമൂഹം രൂപപ്പെടുത്തുന്നതാണ്. പിന്നെന്താണ്, വ്യക്തിയുടെ പെരുമാറ്റം, പങ്ക്, തിരിച്ചറിവ് എന്നിവയും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ത്, ലിംഗ പദവി എന്ന് പറയുന്നത്. ഇന്ന് നോക്കിയേ, ലിംഗഭേദം അനുസരിച്ച് സമൂഹം പ്രതീക്ഷിക്കുന്ന ലിംഗ പദവി ആയിരിക്കില്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുന്നത്. ലിംഗഭേദം അനുസരിച്ച്, ലിംഗഭേദം മീൻസ് സെക്സ് അനുസരിച്ച് നമുക്ക് സ്ത്രീ എന്നും പുരുഷനെന്നുമാണ് നമ്മൾ പറയാറ്. അപ്പൊ ഈ സെക്സ് അനുസരിച്ച് സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു ലിംഗ പദവി ആയിരിക്കില്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുക. അപ്പൊ ചിലര് ഈ ലിംഗഭേദവുമായിട്ട്, അതായത് ഓൾറെഡി നാച്ചുറൽ ആയിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള ലിംഗഭേദം, ആണെന്നോ പെണ്ണെന്നോ എന്നുള്ള ആ ഒരു ലിംഗഭേദവുമായിട്ട് പൊരുത്തപ്പെടാത്ത ലിംഗ പദവിയുള്ള മനുഷ്യരുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിൽ സമൂഹം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ലിംഗ പദവിയുള്ളവരാണ് എന്ത്, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ട്രാൻസ്ജെൻഡറിന്റെ ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. ഇനി സാമൂഹീകരണം നോക്കിയിട്ട് ബാക്കി ഭാഗത്തേക്ക് വരാട്ടോ. അപ്പൊ സാമൂഹീകരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനനം മുതൽ ജീവിതകാലം മുഴുവനും തുടരുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹീകരണം. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്, 6th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ച കാര്യമാണ് എന്ത്, ബർത്ത് മുതൽ ഡെത്ത് വരെ തുടരുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് അവർ ജനിക്കുന്ന സമയത്ത് സമൂഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സാമൂഹിക പെരുമാറ്റത്തെക്കുറിച്ചോ ഒന്നും അറിവുണ്ടാവില്ല. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടിയിട്ട് ആ സമൂഹത്തിന്റെ മൂല്യങ്ങളും വഴക്കങ്ങളും അവൻ പഠിച്ചെടുക്കുകയാണ്. ഈ പഠിച്ചെടുക്കൽ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, സാമൂഹീകരണം എന്ന് പറയുന്നത്. ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് അല്ലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ഇത് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സമൂഹം എന്താണെന്നോ അവിടെ എങ്ങനെ പെരുമാറണമെന്നോ ഒന്നും അവനറിയില്ല. അപ്പൊ കുടുംബത്തിലൂടെയാണ് കുടുംബമാണ് ആ കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം. അപ്പൊ കുടുംബത്തിലൂടെയാണ് അവന് ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തും ഒക്കെ സോഷ്യലൈസേഷനിലൂടെ മറ്റുള്ള ആളുകളുമായി ഇടപഴകിയും ഒക്കെയാണ് അവൻ ആ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. അപ്പൊ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സമൂഹത്തിന്റെ ഭാഗമായി മാറുകയും ആ സമൂഹത്തിന്റെ മൂല്യങ്ങൾ എന്താണ്, വഴക്കങ്ങൾ എന്താണ്, അതൊക്കെ അവൻ പഠിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ലേണിംഗ് പ്രോസസ്സാണ് എന്ത്, സാമൂഹികരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയാവുന്നത്. ഇപ്പൊ നമ്മൾ ട്രാൻസ്ജെൻഡർ പഠിച്ചു. എന്താണ് ട്രാൻസ്ജെൻഡർ? സെക്സ് അനുസരിച്ച്, അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളതാണ് സെക്സ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലിംഗഭേദം അനുസരിച്ച് നമ്മൾ സൊസൈറ്റി ആ ഒരു ആണുങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പെണ്ണുങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, സ്ത്രീകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ലിംഗഭേദം അനുസരിച്ച് സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു ലിംഗ പദവി ആയിരിക്കില്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുക. അവര് ഈ ലിംഗഭേദവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരിക്കും. അത്തരത്തിൽ സമൂഹം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ലിംഗ പദവിയുള്ളവരാണ് എന്ത്, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ജെൻഡേഴ്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ക്ലോസ് കെ ഓഫ് സെക്ഷൻ 2 TPPR ആക്ട്. എന്താണ് ഈ TPPR ആക്ട്? അതായത് ദ ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട് ആണ് കേട്ടോ. ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺ പ്രൊട്ടക്ഷൻ ആക്ട്, ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ട് 2019 സെക്ഷൻ 2 ക്ലോസ് കെയിൽ എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന ടേമിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് നോക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ എന്ത് വരും? ട്രാൻസ് പുരുഷനും പെടും, ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ഇപ്പൊ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അതിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും പെടും. ഇത് എവിടെ കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാ? TPPR ആക്ട്, ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺ പ്രൊട്ടക്ഷൻ ആക്ട് 2019 സെക്ഷൻ 2 ക്ലോസ് കെയിൽ ട്രാൻസ്ജെൻഡറിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ് ഈ കൊടുത്തത്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019 എന്നുള്ളതാണ് കേട്ടോ. ഇനി ലിംഗഭേദം സെക്സ് തമ്മിൽ ജീവശാസ്ത്രപരമായി ആണെന്നോ പെണ്ണെന്നോ തരംതിരിക്കുന്നുണ്ട്.
അല്ലെ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് തരംതിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ സെക്സ് എന്ന് ചോദിച്ചിട്ട് മെയില് ഫീമെയിൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ മെയിൽ എന്നോ ഫീമെയിൽ എന്നോ ജീവശാസ്ത്രപരമായിട്ട് നമ്മളെ തരംതിരിക്കുന്നുണ്ട്. ലിംഗപദവി അല്ലെങ്കിൽ ജെൻഡർ. ഈ ജെൻഡർ നമ്മളിൽ പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം നിർമ്മിച്ചെടുക്കുന്നു. പുരുഷൻ, സ്ത്രീ എന്നിവരിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റങ്ങളെയാണ് പുരുഷത്വം, സ്ത്രീത്വം എന്നീ പദങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പുരുഷൻ കരുത്തിന്റെ പ്രതീകമാണെന്നും സ്ത്രീ വാത്സല്യത്തിന്റെ പ്രതീകമാണെന്നും കരുതുന്നത് ഇതിന് ഉദാഹരണമാണ്. വാത്സല്യത്തിന്റെ പ്രതീകമാണ് സ്ത്രീ, കരുത്തിന്റെ പ്രതീകമാണ് പുരുഷൻ എന്ന് പറയുന്നത് എന്താണ്? ലിംഗപദവി അല്ലെങ്കിൽ സമൂഹം ആ ഒരു പുരുഷനിൽ നിന്നോ സ്ത്രീയിൽ നിന്നോ പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ്. ഓക്കെ. പുരുഷന്മാർ കരയാൻ പാടില്ല, സ്ത്രീകൾ കൂടുതൽ വൈകാരികതയുള്ളവരാണെന്നും കരുതുന്നത് മറ്റൊരു ഉദാഹരണമാണ്. മനസ്സിലായോ? ഇപ്പൊ ലിംഗ പദവിക്കുള്ള ഉദാഹരണങ്ങളാണ് പറയുന്നത്. സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറെ പെരുമാറ്റങ്ങൾ, അതാണ് ഈ ലിംഗ പദവി എന്നതിൽ ഉദ്ദേശിക്കുന്നത്, ജെൻഡറിൽ ഉദ്ദേശിക്കുന്നത് പുരുഷത്വം, സ്ത്രീത്വം. അപ്പോൾ പുരുഷന്മാര് കരയാൻ പാടില്ല, അല്ലെങ്കിൽ പുരുഷന്മാര് കരുത്തിന്റെ പ്രതീകമാണ്. ഇതൊക്കെ എന്താണ്? ജെൻഡർ, സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളാണ്. സമൂഹമാണിത്. ലിംഗ പദവി എന്ന് പറയുന്നത് നിർമ്മിച്ചെടുക്കുന്ന എന്താണ്? സമൂഹമാണെന്ന് നമ്മൾ പറഞ്ഞു. അതൊരു ആർജിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ലിംഗഭേദം അല്ലെങ്കിൽ സെക്സ് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്, അല്ലെ? മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യം ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് അതെന്താണ്? അതൊരു ആരോപിത പദവിയാണ്. ആരോപിത പദവിയാണ്. എന്നാൽ ലിംഗ പദവി എന്ന് പറയുന്നത് ഒരു ആർജിത പദവിയാണ്. അത് നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് പഠിച്ച് രൂപപ്പെടുത്തി എടുക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, ലിംഗ പദവി എന്ന് പറയുമ്പോൾ അത് നമുക്ക് സമൂഹം ആൺ പെൺ എന്ന അടിസ്ഥാനത്തിൽ ആളുകൾക്ക് നൽകുന്ന പങ്കുകളും പെരുമാറ്റ പ്രതീക്ഷകളുമാണെന്ന്. അതിന് സമൂഹത്തിന് പങ്കുണ്ട്, സമൂഹത്തിന്റെ പ്രതീക്ഷയാണ്. ഇവൻ ഇങ്ങനെ ആയിരിക്കും, പുരുഷൻ എന്ന് പറയുമ്പോൾ ഇവൻ എന്താണ്? ധീരതയുടെ പ്രതീകമാണ് എന്നൊക്കെ പറയുന്നത് സമൂഹത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. എല്ലാ പുരുഷന്മാരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ. പിന്നെ വരുന്നത് ലിംഗഭേദം എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്താണ്? ആരോപിതമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ജനിക്കുമ്പോഴേ എന്ത് കുട്ടിയാ? പെൺകുട്ടി. അത് നമുക്ക് എന്താ? ജനന സമയത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞതാ. എന്ത് കുട്ടിയാ? ആൺകുട്ടി. അപ്പൊ അത് ആരോപിതമാണ്, ജനനത്തോടു കൂടി നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? ശരീരഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് പറയുന്നതാണ് ലിംഗഭേദം. ലിംഗ പദവി എന്ന് പറയുമ്പോൾ അത് ആർജിത പദവിയാണ്. അതിൽ സമൂഹത്തിന് പങ്കുണ്ട്, സമൂഹത്തിന്റെ പ്രതീക്ഷയാണത് ലിംഗ പദവി എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് പഠിച്ച് രൂപപ്പെടുത്തുന്നതാണ് ലിംഗ പദവി എന്നത്. ഓക്കെ. ഇനി അടുത്തൊരു ഭാഗത്ത് ആരോപിത പദവിയും ആർജിത പദവിയും, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും. ആരോപിത പദവി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ജന്മത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണ് ആരോപിത പദവി. പ്രായം, വംശം, ലിംഗഭേദം തുടങ്ങി ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനാവാത്ത കാര്യങ്ങൾ ആരോപിത പദവികൾക്ക് ഉദാഹരണമാണ്. നോക്കിയേ, പ്രായം, വംശം, ലിംഗഭേദം തുടങ്ങി ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനാവാത്ത കാര്യങ്ങളാണ് ആരോപിത പദവിക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. അതായത് ജന്മത്താൽ തന്നെ ആ വ്യക്തിക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ലഭിച്ചു കഴിഞ്ഞു, പിന്നെ നമുക്ക് അതിന് ചേഞ്ച് വരുത്താനായിട്ട് പറ്റില്ല. അതാണ് ആരോപിത പദവി. ഇനി നോക്കിയേ, വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തിരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ആർജിത പദവി. ആർജിത പദവിക്ക് നമുക്ക് ഉദാഹരണം പറയാം. നമ്മൾ എന്താണ്? നമ്മുടെ സ്വന്തം കഴിവിലൂടെയും തെരഞ്ഞെടുക്കപ്പെടുന്നതിലൂടെയും ഒക്കെ നേടിയെടുക്കുന്ന കഴിവുകളാണ് അല്ലെങ്കിൽ പദവിയാണ് ആർജിത പദവി എന്ന് പറയുന്നത്. അതില് വിദ്യാഭ്യാസ യോഗ്യത, വരുമാനം, തൊഴിൽ വൈദഗ്ധ്യം ഇതെല്ലാം ആർജിത പദവിക്ക് ഉദാഹരണമാണ്. അതുപോലെ കാലക്രമേണ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ഇവ. അതുപോലെ ഈ ലിംഗ പദവി എന്ന് പറയുന്നത്, ലിംഗ പദവി എന്തിനാ ഇപ്പൊ ഈ ടേം ഇവിടെ പറഞ്ഞത്? ആർജിത പദവി അതുപോലെ ആരോപിത പദവി എന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ലിംഗ പദവി എന്നത് ഒരു ആർജിത പദവി ആകുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാ. ലിംഗ പദവി സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തുന്നത് കൊണ്ട് ലിംഗ പദവി അല്ലെങ്കിൽ ജെൻഡർ എന്നത് ആർജിത പദവിയായി മാറുന്നു. നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ ജന്മത്താൽ തന്നെ നമുക്ക് ലഭിക്കുന്നത് ആ ഒരു സാമൂഹിക പദവി, അതാണ് എന്ത്? ആരോപിത പദവി എന്ന് പറയുന്നത്. നമ്മൾ ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ആർജിത പദവി. ഇപ്പൊ ലിംഗ പദവി എന്ന് പറയുന്നത് ആർജിത പദവിക്ക് ഉദാഹരണമാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ലിംഗ പദവി അല്ലെങ്കിൽ ജെൻഡർ നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. ലിംഗഭേദം എന്ന് പറയുമ്പോൾ എന്താണ്? ബയോളജിക്കലായിട്ട് നമ്മുടെ ശരീരഘടനയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ജന്മത്താൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്
ലിംഗഭേദം എന്ന് പറയുന്നത്. ലിംഗഭേദം ജൈവിക വ്യത്യാസമാണ് ലിംഗഭേദത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ സാമൂഹിക പങ്കിലൂടെ അല്ലെ സമൂഹത്തിന്റെ പ്രതീക്ഷയാണ് ലിംഗപദവിയിൽ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ലളിതമായിട്ട് നമ്മൾക്ക് അങ്ങനെ പറയാം. ഇനി അടുത്തത് എന്താണ്? ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്, പട്ടിക വിപുലീകരിക്കുക. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് ലിംഗഭേദവും ലിംഗപദവിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെയാണ് ലിംഗഭേദം സൂചിപ്പിക്കുന്നത്. ഇതെന്താണ്? ജനനസമയത്ത് നിശ്ചയിക്കപ്പെടുന്നതാണ്. അതുപോലെ സാധാരണയായിട്ട് എന്താണ്? മെയിൽ എന്നും ഫീമെയിൽ എന്നും അല്ലെ, മെയിൽ എന്നും ഫീമെയിൽ എന്നും നമുക്ക് പറയാം. നമുക്ക് എന്താണ് രണ്ട് വിഭാഗങ്ങളായിട്ട് പറയാം ലിംഗഭേദം എന്ന് പറയുമ്പോൾ. പിന്നെ അതുപോലെ എന്താണ് ഇവിടെ നമുക്ക് ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന കാര്യമാണ്, ബൈ ബർത്ത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ലിംഗഭേദം അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുമ്പോൾ ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ സൂചിപ്പിക്കുന്നു, ജനന സമയത്ത് തന്നെ നിശ്ചയിക്കപ്പെടുന്നു. പിന്നെ എന്താണ്? മെയില് ഫീമെയിൽ എന്ന് പറഞ്ഞ് സാധാരണയായിട്ട് നമുക്ക് സെക്സിനെ രണ്ടായിട്ട് നമുക്ക് വിഭാഗീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ആക്കാനായിട്ട് പറ്റും. ലിംഗ പദവി എന്ന് പറയുമ്പോഴോ സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായിട്ടുള്ള സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. ഇതെന്താണ്? സൊസൈറ്റിയിലൂടെ അല്ലെങ്കിൽ സോഷ്യലൈസേഷനിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ വ്യക്തിയുടെ പെരുമാറ്റം, വ്യക്തിയുടെ പങ്ക്, ആ തിരിച്ചറിവ്, അതൊക്കെ ഇവിടെ നമുക്ക് ജെൻഡറുമായി റിലേറ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിത് ഇവിടെ നിന്ന് എഴുതി മൗസ് പോയിന്റ് കൊണ്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ശരിയാക്കാം. അതിനുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ലിംഗ പദവി അല്ലെ ജെൻഡർ എന്ന് പറയുമ്പോൾ സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇത് സമൂഹം രൂപപ്പെടുത്തുന്നതാണ്. അടുത്ത പോയിന്റ് എന്താ? വ്യക്തിയുടെ പെരുമാറ്റം, പങ്ക്, തിരിച്ചറിവ് എന്നിവയും ഒക്കെ ആയിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് പോയിന്റ് ആദ്യം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത ഭാഗത്തേക്ക് പോകാവൂ. ലിംഗഭേദം എന്താണ്, ലിംഗ പദവി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും ഒരു ടേമും അതിന്റെ ഇംഗ്ലീഷ് ടേമും ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് മാറിപ്പോവില്ല. അപ്പൊ സെക്സ് ആണ് നമ്മൾ പഠിച്ചു വെക്കുന്നതെങ്കിൽ നമുക്കത് അറിയാം. എന്താണ്? ബയോളജിക്കലി നമുക്ക് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ജനന സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ലിംഗ പദവി എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ പ്രതീക്ഷയാണ്. സാമൂഹികവും സംസ്കാരികവും മാനസികവുമായിട്ടുള്ള സവിശേഷതകളെയാണ് സൂചിപ്പിക്കുന്നത്. സമൂഹം രൂപപ്പെടുത്തുന്നതാണ് എന്നുള്ളതൊക്കെ ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ രണ്ട് ടേം അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് അടുത്ത പേജിലോട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഭാഗത്ത് ലിംഗഭേദത്തിൽ നിന്ന് ലിംഗ പദവി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഠിച്ചിട്ടാണ് അടുത്ത ഭാഗത്തേക്ക് പോകാവൂ. ജനനത്തെയോ ശരീരത്തെയോ ആശ്രയിച്ചല്ല, മറിച്ച് സാമൂഹിക ഇടപെടലുകളിലൂടെയും സാമൂഹിക വഴക്കങ്ങളിലൂടെയും ഉണ്ടാകുന്ന ശീലങ്ങളിലൂടെയാണ് ലിംഗ പദവി നിശ്ചയിക്കപ്പെടുന്നത്. വീണ്ടും വീണ്ടും അതിനെ ലളിതമാക്കിക്കൊണ്ട് പറയുകയാണ്. ജനനത്തെയോ ശരീരത്തെയോ ആശ്രയിച്ചല്ല. ഇത് ജനനത്തെയും ശരീരത്തെയും ആശ്രയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? അത് ലിംഗഭേദമാണ് അല്ലെങ്കിൽ സെക്സ് ആണ്. അപ്പൊ സെക്സിനെ ആശ്രയിച്ചല്ല, മറിച്ച് സാമൂഹിക ഇടപെടലുകളിലൂടെയും സോഷ്യലൈസേഷനിലൂടെയും സാമൂഹിക വഴക്കങ്ങളിലൂടെയും ഉണ്ടാവുന്ന ശീലങ്ങളെയാണ് ലിംഗപദവി എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിലൂടെയാണ് ലിംഗപദവി നിശ്ചയിക്കപ്പെടുന്നത്. ജനനത്തെയോ ശരീരത്തെയോ ആശ്രയിക്കുന്നത് ലിംഗഭേദമാണ്. പിന്നെ സാമൂഹിക ഇടപെടലുകളെയും സാമൂഹിക വഴക്കങ്ങളിലൂടെയും ഉണ്ടാവുന്ന ശീലങ്ങളാണ് ജെൻഡർ അല്ലെങ്കിൽ ലിംഗപദവി എന്ന് ലിംഗപദവി നിശ്ചയിക്കപ്പെടുന്നത്. ഇനി അടുത്തത് എന്താണ് പദവി എന്ന് നോക്കാം. സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിലെ ഒരു വ്യക്തിയുടെ സ്ഥാനമാണ് പദവി അല്ലെങ്കിൽ സ്റ്റാറ്റസ്. സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിലെ ഒരു വ്യക്തിയുടെ സ്ഥാനത്തെ പദവി അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയും. സാമൂഹിക പദവിക്കുള്ളിൽ വ്യക്തികൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നുവെന്നും ഉള്ളതിന്റെ നിർണായക ഘടകമാണ് പദവി. എല്ലാ സമൂഹങ്ങളും അതിനുള്ളിലെ അംഗങ്ങളെ പദവിക്ക് അനുസരിച്ച് വർഗീകരിച്ചിട്ടുണ്ട്. അതിലൂടെ സാമൂഹിക ശ്രേണീകരണം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്? സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളില് ആ വ്യക്തിയുടെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പദവി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സാമൂഹിക അവസ്ഥയ്ക്കുള്ളിൽ വ്യക്തികൾ എങ്ങനെയൊക്കെ പരിഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിർവചിക്കപ്പെടുന്നു എന്നുള്ളത് ഈ ഒരു പദവി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ എല്ലാ സമൂഹങ്ങളും അതിനുള്ളിലെ അംഗങ്ങളെ പദവിക്ക് അനുസരിച്ച് വർഗീകരിച്ചിട്ടുണ്ട്. അതിലൂടെ സാമൂഹിക ശ്രേണീകരണം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൽ വ്യക്തികൾ ഉയർന്ന പദവിയുള്ളവരെന്നും താഴ്ന്ന പദവിയുള്ളവരെന്നും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളായിട്ടോ ശ്രേണികളായിട്ടോ സമൂഹമായി സ്ഥാനപ്പെടുത്തുന്നതാണ് സാമൂഹിക ശ്രേണീകരണം. പിന്നെ പണ്ട് നമുക്ക് അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഉയർന്ന തട്ടിലായിട്ട് സ്ഥാനപ്പെടുത്തിയവർക്ക് ഉയർന്ന പദവിയും
താഴ്ന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തിയവർക്ക് സമൂഹത്തിൽ താഴ്ന്ന തരം പദവിയും ലഭിക്കുന്ന രീതിയാണ് ഈ സാമൂഹിക ശ്രേണീകരണം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ, അതൊക്കെ എന്താണ് സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില സാമൂഹിക ശ്രേണികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളെ 3 തട്ടുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? 3 എസ്റ്റേറ്റുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്തായിരുന്നു? മതപണ്ഡിതന്മാരല്ലെ, ക്ലർജീസ്. സെക്കൻഡ് എസ്റ്റേറ്റിൽ എന്താണ്? നൊബിലിറ്റീസ്, കുലീനരായിട്ടുള്ള വ്യക്തികള്. തേർഡ് എസ്റ്റേറ്റിലായിരുന്നു കോമൺസ്, അല്ലെ, സാധാരണ ജനങ്ങൾ. അപ്പോ അന്നും എന്താണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അതുപോലെ അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ, ഇതൊക്കെ എന്താണ് സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില സാമൂഹിക ശ്രേണികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ സോഷ്യലൈസേഷനിലെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളായിട്ടോ ശ്രേണികളായിട്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ, ഇതൊക്കെ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക ശ്രേണികൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്താ വരുന്നു? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ മറ്റു കളർ കൊണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലോഡിയ ഗോൾഡിൻ കേട്ടു കാണുമല്ലോ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനത്തിനാണ് ഇങ്ങനെ ഒരു എന്താണ് നൊബേൽ സമ്മാനം അവർക്ക് ലഭിച്ചത്. നോക്കിയേ, 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനമായിരുന്നു അവർ നടത്തിയത്. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസം, ജെൻഡർ ഡിഫറൻസ്, ആ കാരണങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് ജെൻഡർ ഡിഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അവർ പഠന വിധേയമാക്കിയത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. എന്താ നമ്മൾ പറഞ്ഞത്? സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. അപ്പൊ ആ മുന്നേ ഉണ്ടായിരുന്ന 2 വനിതകൾ ആരൊക്കെയാണ്? അതുകൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന 3ാമത്തെ വനിത ക്ലോഡിയ ഗോൾഡിൻ. 1ാമത്തെ വനിത ആരാണ്? 1ാമത്തെ വനിത എന്ന് പറയുന്നത് എലിനോർ ഓസ്ട്രം എന്ന വ്യക്തിയാണ് കേട്ടോ. എലിനോർ ഓസ്ട്രം. പിന്നെ അതുപോലെ 2019 എസ്തർ ദുഫ്ലോയും അവരുടെ ഹസ്ബൻഡും 2 പേർക്കും ആ വർഷം നൊബേൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, എന്തായാലും എലിനോർ ഓസ്ട്രോം അതുപോലെ എസ്തർ ദുഫ്ലോയും ആണ് ഇതുപോലെ ഈ സാമ്പത്തിക ശാസ്ത്രത്തില് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ 2 വ്യക്തികൾ കേട്ടോ. 3ാമത്തെ വ്യക്തിയാണ് ക്ലോഡിയ ഗോൾഡിൻ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ച് പഠിച്ചു. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ചായിരുന്നു അവരുടെ ഗവേഷണം എന്ന് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ നേടുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം ലിംഗപദവിപരമായിട്ടുള്ള പങ്കുകൾ. അപ്പൊ കുട്ടികൾ തമ്മിലുള്ള ഡിസ്കഷൻ ആണ് കേട്ടോ. നിനക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? അപ്പൊ പെൺകുട്ടി പറയുകയാണ്, എനിക്ക് കാറോട്ട മത്സരം വളരെ ഇഷ്ടമാണ്. ഭാവിയിൽ ഒരു കാർ റേസർ ആവാനാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ ആൺകുട്ടി ചോദിക്കുന്നത് എന്താണെന്നറിയോ? അതൊക്കെ പെൺകുട്ടികളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ്. അപ്പോ 3 കൂട്ടുകാർ തമ്മിലുള്ള ഈ ഒരു സംഭാഷണത്തില് എന്താണ് കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ട് അല്ലെ? എന്താണ് ഈ ജോലി ആൺകുട്ടികൾക്കേ പറ്റുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പെൺകുട്ടികൾക്കേ പറ്റുള്ളൂ എന്നുള്ള രീതി. അപ്പോ ഒരു പദവിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് പങ്ക്. ഒരു സമൂഹത്തിൽ പുരുഷനും സ്ത്രീയും എങ്ങനെയൊക്കെ സംസാരിക്കണം, എന്തൊക്കെ ചിന്തിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ജോലികൾ ചെയ്യണം, ഇതൊക്കെയാണ് പ്രതീക്ഷയായിട്ട് പറയുന്നത്. അപ്പോ ഈ പ്രതീക്ഷകളാണ് ലിംഗപദവി പരമായിട്ടുള്ള പങ്ക് അല്ലെങ്കിൽ ജെൻഡർ റോൾ എന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഒരു പദവിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് പങ്ക്. ഒരു പദവി, സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ലതൊക്കെ. അടുക്കളയിൽ വെക്കണം, വിളമ്പണം, പ്രസവിക്കണം, ഇതാണ് സ്ത്രീയുടെ കൺസെപ്റ്റ്. ഇപ്പൊ അതൊക്കെ മാറി അല്ലെ? സ്ത്രീ എന്ന് പറഞ്ഞാൽ വെക്കാനും വിളമ്പാനും പ്രസവിക്കാനും ഉള്ള ഒരു ഉപകരണമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു സമൂഹം. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാവൂ, ഇങ്ങനെ പെരുമാറാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറി മാറി വരുന്നുണ്ട്. ഒരു സമൂഹത്തിൽ പുരുഷനും സ്ത്രീയും എങ്ങനെയൊക്കെ സംസാരിക്കണം, ചിന്തിക്കണം, വസ്ത്രം ധരിക്കണം, പെരുമാറണം എന്നും എന്തൊക്കെ ജോലികൾ ചെയ്യണമെന്നുള്ള പ്രതീക്ഷയാണ് ലിംഗപദവിപരമായിട്ടുള്ള പങ്ക്.
എന്ന പദം സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹം പുരുഷത്വത്തോടും സ്ത്രീത്വത്തോടും ബന്ധപ്പെടുത്തുന്ന പ്രത്യേക സ്വഭാവങ്ങളും മനോഭാവങ്ങളും പ്രവർത്തനങ്ങളുമാണ് ലിംഗപദവിപരമായ പങ്ക് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സമൂഹം പുരുഷത്വത്തോടും സ്ത്രീത്വത്തോടും ബന്ധപ്പെടുത്തുന്ന പ്രത്യേക സ്വഭാവങ്ങളും മനോഭാവങ്ങളും, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ സമൂഹത്തിന്റെ മനോഭാവങ്ങളൊക്കെ പാടെ മാറിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് അവർ അടുക്കളയിൽ തളയ്ക്കപ്പെടുന്നവരാവണം എന്ന ചിന്തയൊക്കെ മാറിയിട്ടുണ്ട്. പൊതുവെ പുരുഷന്മാരാണെങ്കിലും പറയാറുണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കണം, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കണം എന്നൊക്കെ പറയാറുണ്ട്. കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലെ കാഴ്ചപ്പാടായിരിക്കില്ല. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമോ ഭക്ഷണമോ വേണ്ടത്ര പരിഗണനയോ കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അതൊക്കെ വേറെ. പക്ഷെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ജെൻഡർ റോൾ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഒരു പദവിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റത്തെയാണ് പങ്ക് എന്ന് പറയുന്നത്. അത് തന്നെ ഒരു സമൂഹത്തിൽ പുരുഷനും സ്ത്രീയും എങ്ങനെയൊക്കെ സംസാരിക്കണം, എന്തൊക്കെ ചിന്തിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, അതാണ് ലിംഗപദവിപരമായിട്ടുള്ള പങ്ക് എന്ന് പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സമൂഹം പുരുഷത്വത്തോടും സ്ത്രീത്വത്തോടും ബന്ധപ്പെടുത്തുന്ന പ്രത്യേക സ്വഭാവങ്ങളും മനോഭാവങ്ങളും പ്രവർത്തനങ്ങളുമാണ് ലിംഗപദവിപരമായ പങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ ഉദാഹരണമായിട്ട് തന്നിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ വരുമാനം ഉണ്ടാക്കേണ്ടത് പുരുഷനും വീട്ടുജോലികൾ ചെയ്യേണ്ടത് സ്ത്രീകളുമാണ് എന്ന ധാരണ ചില സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ പങ്കുകൾ വ്യക്തികളുടെ തിരഞ്ഞെടുപ്പുകൾ പരിമിതപ്പെടുത്തുന്നു. ലിംഗപദവിപരമായ പങ്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിരവധി വഴക്കങ്ങളും ശീലങ്ങളും പ്രകടമാണ്. ഇതെല്ലാം ഈ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഡെയിലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. പക്ഷെ അതിങ്ങനെ ഓരോ ടേംസിന്റെ അണ്ടറിൽ കൊണ്ടുവരുമ്പോൾ ആ ടേംസ് എന്താണ്, ഇപ്പൊ ജെൻഡർ റോൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ അത് എന്താണെന്നുള്ളത് ആ ടേം ബേസിസിൽ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്ത് ലിംഗ പദവിയും സാമൂഹിക വഴക്കങ്ങളും. ഇവിടെ എന്താ പറയുന്നത് നോക്കാം. നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കുറെ ആചാരങ്ങളല്ല അനാചാരങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ഭാഗത്ത് പറയുന്നത്. എന്നിട്ട് ഒരു എക്സാമ്പിളിലൂടെയാണ് പറയുന്നത്. സതി എന്ന് പറയുന്ന അനാചാരത്തെ കുറിച്ചാണ് ഏറ്റവും ആദ്യം പറയുന്നത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ അയാളുടെ ചിതയിൽ ചാടി ജീവൻ വെടിയണം എന്ന അനാചാരമായിരുന്നു സതി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ പ്രായമായിട്ടുള്ള പുരുഷന്മാരൊക്കെ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും അവരുടെ മരണത്തോട് കൂടിയിട്ട് ഈ ഭാര്യയായിട്ടുള്ള കുട്ടി എന്ത് ചെയ്യുക, തീയിൽ ചാടി സ്വന്തം ജീവൻ വെടിയണം എന്നുള്ളത് ഒരു അനാചാരം. അതായിരുന്നു സതി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു സാമൂഹിക അനാചാരമാണ് തൊട്ടുകൂടായ്മ. വ്യക്തികളെ വ്യത്യസ്ത ജാതിയിൽ ഉൾപ്പെടുത്തി അതിൽ താഴ്ന്ന ജാതിയായി കരുതപ്പെടുന്നവർ ഉയർന്ന ജാതിക്കായി കരുതപ്പെട്ടവരിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ച് മാത്രമേ സമൂഹത്തിൽ ഇടപെടാൻ പാടുള്ളൂ എന്ന അനാചാരമാണ് തൊട്ടുകൂടായ്മ. അപ്പോൾ ഈ സതിയും തൊട്ടുകൂടായ്മയും അതുപോലെ പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയൊക്കെ നിയമം മൂലം അത് എടുത്തു മാറ്റിയിട്ടുണ്ട് അല്ലെ. അപ്പം സാമൂഹിക പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ട് നിയമനിർമ്മാണത്തിലൂടെ തന്നെ നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ സതി. അതുപോലെ തന്നെ സതി കണ്ടോ, 1987 സതി നിരോധന നിയമത്തിലൂടെയാണ് ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ചത്. അപ്പൊ സതി നിരോധിച്ച വർഷമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, ഇന്ത്യൻ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കാറുണ്ട്. 1987 സതി നിരോധനത്തിലൂടെ രാജാറാം മോഹൻ റോയുടെ റോളിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്കത് ആവശ്യമില്ല. ജസ്റ്റ് ആ വർഷവും ഇതുപോലെ നിയമം മൂലം നിരോധിച്ചു എന്ന കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 1987 സതി നിരോധനത്തിലൂടെയാണ് ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ചത്. സ്വമേധയാലോ നിർബന്ധപൂർവമോ സതി ആചരിക്കുന്നതും സതി സമ്പ്രദായത്തെ അനുകൂലിച്ച് പ്രസ്താവന നടത്തുന്നതും ഈ നിയമം നിരോധിക്കുന്നുണ്ട്. 1987 സതി നിരോധിച്ചത്. അതുപോലെ തൊട്ടുകൂടായ്മയാണെങ്കിലോ അനുച്ഛേദം 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന പ്രസ്താവനയോടും കൂടിയിട്ട് പാസ്സാക്കിയിട്ടുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 17. 1955 പൗര അവകാശ സംരക്ഷണ നിയമത്തിലൂടെയാണ് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടത്. അപ്പോൾ ആർട്ടിക്കിൾ 17 1955 പൗര അവകാശ സംരക്ഷണ നിയമത്തിലൂടെ ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടു. 1987 സതി നിരോധിച്ചു. ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി സോഷ്യൽ നോംസ് എന്താന്ന് നോക്കാം. സാമൂഹിക വഴക്കങ്ങൾ. നമ്മുടെ ഈ ടോപ്പിക് ഇതിന്റെ ഒരു ഹെഡിന്റെ പേരെന്തായിരുന്നു? സോഷ്യൽ നോംസിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ സോഷ്യൽ നോംസും അതുപോലെ ലിംഗപദവിയും ജെൻഡറും സാമൂഹിക വഴക്കങ്ങളും സോഷ്യൽ നോംസും. ഓക്കെ, അപ്പോൾ ലിംഗപദവി സോഷ്യൽ നോംസിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞത് സതിയും അതുപോലെ തന്നെ ഐത്താചരണം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊട്ടുകൂടായ്മ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ കുറിച്ചാണ്. ഇനി സോഷ്യൽ നോംസ് എന്താന്ന് നോക്കാം. എഴുതപ്പെടാത്തതും എന്നാൽ ഒരു സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതുമായിട്ടുള്ള ചില വഴക്കങ്ങൾ നമുക്കുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. സോഷ്യൽ നോംസ് എന്താണ്?
എഴുതപ്പെട്ട കാര്യങ്ങളല്ല, എഴുതപ്പെട്ട നിയമമായിട്ടുള്ള കാര്യങ്ങളല്ല, എഴുതപ്പെടാത്തതും എന്നാൽ ഒരു സമൂഹത്തിൽ കാലാകാലമായിട്ട് ഇങ്ങനെ പാലിച്ചു പോരുന്ന ചില കീഴ്വഴക്കം എന്ന് നമ്മൾ പറയുമല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, സാമൂഹിക വഴക്കം അല്ലെങ്കിൽ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. അത് വിശ്വാസങ്ങളുടെ പേരിലാകാം, മനോഭാവങ്ങളുടെ പേരിലാകാം, പെരുമാറ്റങ്ങളാവാം. ഇത് അലിഖിതമായിട്ടുള്ള നിയമങ്ങളാണ്. ഒരു സമൂഹത്തിൽ കാലാകാലങ്ങളായി പാലിച്ചു പോരുന്ന വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും മനോഭാവങ്ങളും ഇവയൊക്കെയാണ് എന്ത്, സാമൂഹിക വഴക്കങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ അഭിവാദനം ചെയ്യുവാനും നന്ദി പറയുന്നതും ഒക്കെ വഴക്കങ്ങളാണ്. അതൊക്കെ നല്ല ശീലങ്ങളാണ് അല്ലെ. നമ്മുടെ വീട്ടിലേക്ക് ഒരു മുതിർന്ന വ്യക്തി വരുന്നു, നമ്മൾ ചേർന്നിരുന്നാൽ നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പൊ എന്താണ്, നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മൾ അദ്ദേഹത്തെ ഒരു എന്താണ്, അദ്ദേഹത്തിന് ഒരു പരിഗണന കൊടുക്കുന്നു എന്ന രീതിയാണ്. അപ്പൊ അതൊക്കെ എന്താണ്, അതിഥി ദേവോ ഭവ എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പാലിക്കുന്ന കുറെ കാര്യങ്ങളാണ്, സോഷ്യൽ നോംസ് ആണ് അല്ലെ. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇനി നോക്കി, ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ സോഷ്യൽ നോംസ്, അതായത് എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള നിയമങ്ങളും വഴക്കുകളുമായി വർഗീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ്, നമുക്ക് ആവശ്യമില്ല. അതൊക്കെ ഒരു എക്സാമ്പിൾ മാത്രം പറയാം. ഒരു വ്യക്തിയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ പണി കിട്ടുന്ന കേസാണ്. നിയമത്താൽ അത് എന്താണ്, നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വഴക്കങ്ങൾ എന്ന് പറയുമ്പോൾ മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത് എന്താണ്, ഒരു വഴക്കമായിട്ട് അല്ലെ, അത് എവിടെയും നിയമത്താൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അതെന്താണ്, ഒരു സാമൂഹിക വഴക്കമാണ്, സോഷ്യൽ നോംസിൽ പെടുന്നതാണ്. ഇനി ലിംഗ പദവി, വാർപ്പ് മാതൃകകൾ, ജെൻഡർ സ്റ്റീരിയോടൈപ്സിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാ സ്ത്രീകളും വാത്സല്യമുള്ളവരാണ്. കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. സ്പോർട്സ്, ഡ്രൈവിംഗ് എന്നിവ കൂടുതലായും യോജിച്ചത് ആൺകുട്ടികൾക്കാണ്. പ്രയാസമേറിയ ജോലികൾ കൂടുതലായും പുരുഷന്മാരാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് പൊതുവെ കഠിനമായ ശാരീരിക അധ്വാനം ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് എന്താണ്, പരമ്പരാഗതമായിട്ട് നമ്മുടെ സമൂഹം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്ത്രീയുടെയും പുരുഷന്റെയും ഗുണങ്ങൾ എന്ന രീതിയിൽ സമൂഹം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ അവരുടെ അടിസ്ഥാന ഗുണങ്ങൾ എന്ന രീതിയിൽ പൊതുവെ പലരും കാണുന്നു. ഇത്തരത്തിൽ വസ്തുതയില്ലാത്തതോ ഭാഗികമായി മാത്രം ശരിയാവുന്നതോ ആയ ചില കാര്യങ്ങളെ സ്ത്രീയുടെയോ പുരുഷന്റെയോ അടിസ്ഥാന ഗുണങ്ങളാക്കി വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിലൂടെ വാർപ്പ് മാതൃക സൃഷ്ടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്സ് ഉണ്ടാകുന്നു. വാർപ്പ് മാതൃക പറഞ്ഞു വന്നത്, വാർപ്പ് മാതൃക എന്താണെന്നുള്ളതാ. അതായത് ഒരാളുകളെ കുറിച്ചിട്ട് അവരെ കുറിച്ചൊന്നും പരിശോധിക്കാതെ അല്ലെ അവരെ കുറിച്ച് അറിയാതെ സമൂഹം പൊതുവായിട്ട് കുറെ ധാരണകൾ മുൻകൂട്ടി രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനെയാണ് വാർപ്പ് മാതൃക എന്ന് പറയുന്നത്. സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളെയും ജനതകളെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പ് മാതൃക. വർഗം, ജാതി, മതം, തൊഴിൽ, ഭാഷ, ലിംഗപദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വാർപ്പ് മാതൃകകൾ രൂപീകരിക്കാറുണ്ട്. അപ്പൊ മനസ്സിലായോ വാർപ്പ് മാതൃക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്? സ്ത്രീയുടെയും പുരുഷന്റെയും ഗുണങ്ങൾ എന്ന രീതിയിൽ സമൂഹം തെറ്റിദ്ധരിച്ച് മുൻകൂട്ടി രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന കുറെ ധാരണകൾ മനസ്സിലാവുന്നുണ്ടോ? അത് ചിലപ്പോൾ ആ സ്ത്രീയെ കുറിച്ച് അറിയാതെയാവും, അവരുടെ കഴിവുകൾ അറിയാതെ ആയിരിക്കും, പുരുഷനെ കുറിച്ച് അറിയാതെ ആയിരിക്കും. അപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് അറിയാതെ, ഒന്നും അറിയാതെ തന്നെ സമൂഹം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കുറെ പൊതുവായിട്ട് കുറെ മുൻകൂട്ടി സൂചിപ്പിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മുൻകൂട്ടി ധരിച്ചു വെച്ചിരിക്കുന്ന കുറെ ധാരണകളെയാണ് സ്റ്റീരിയോടൈപ്പ് അല്ലെങ്കിൽ വാർപ്പ് മാതൃക എന്ന് പറയുന്നത്. അപ്പൊ ആളുകളെ കുറിച്ച് അറിയാതെ തന്നെ സമൂഹം ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എന്താണ് ധാരണകൾ, അതിനെ നമുക്ക് വാർപ്പ് മാതൃകയിൽ പറയാം. ഇനി സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളെയും ജനതകളെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പ് മാതൃക. വർഗം, അത് വർഗത്തിന്റെ അടിസ്ഥാനത്തിലാവാം, ജാതിയുടെ അടിസ്ഥാനത്തിലാവാം, മതം, തൊഴിൽ, ഭാഷ, ലിംഗ പദവി എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെ എന്താവാം, വാർപ്പ് മാതൃകകൾ രൂപീകരിക്കാറുണ്ട്. ഇനി നോക്കിയേ, ലിംഗപദവി എന്നാൽ എന്താണ്? ജെൻഡർ. ലിംഗപദവി വാർപ്പ് മാതൃകകളുടെ ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിയേ, കൺസെപ്റ്റ് കണ്ടോ? നേഴ്സ് ആവാൻ നല്ലത് സ്ത്രീകളാണ്, പുരുഷന്മാർ അതിന് അനുയോജ്യരല്ല എന്നുള്ളതാണ് ഒരു വാർപ്പ് മാതൃക. അപ്പോ ഇപ്പോഴത്തെ കൺസെപ്റ്റ് ഇപ്പോഴെന്താണ്, നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ജോലി സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കോഴ്സുകളും തിരഞ്ഞെടുക്കുന്നത്. അതാണ് പറയുന്നത്, നമ്മളുടെ സമൂഹത്തിന്റെ ആ ഒരു കൺസെപ്റ്റ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നഴ്സിംഗ് ഫീൽഡിൽ മെയിലിനെ കാണുന്നത്, ടീച്ചിങ് ഫീൽഡിൽ മെയിലിനെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ലിംഗപദവിപരമായിട്ടുള്ള പങ്കുകൾ, വഴക്കങ്ങൾ, വാർപ്പ് മാതൃകകൾ എന്നിവയാണ് ലിംഗപദവി വ്യത്യാസത്തിന് മറ്റൊരു കാരണമായി നമുക്ക് പറയാവുന്നത്. ഇനി മാധ്യമങ്ങളും ലിംഗപദവി വാർപ്പ് മാതൃകകളും, മീഡിയ ആൻഡ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് നോക്കാം. ടെലിവിഷനിലും ഓൺലൈൻ സ്ട്രീമിംഗ് ഇടങ്ങളിലും ഒക്കെ പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്.
അപ്പൊ കുറെ പദാർത്ഥങ്ങളോട് തന്നിട്ടുണ്ട്. ഇതിൽ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറിപ്പൊടികളിലൊക്കെ കൂടുതലായിട്ടും സ്ത്രീകളാണ്. പുരുഷന്മാരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ പല പരസ്യങ്ങളിൽ നമ്മൾ പുരുഷന്മാരെയും കാണുന്നുണ്ട്. പാത്രം കഴുകുന്ന സാമഗ്രികൾ പുരുഷന്മാരും ഉണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുണ്ട്. ഇപ്പൊ സ്ത്രീകൾക്ക് ഇന്ന ജോലി എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ട്, കൺസെപ്റ്റ് മാറി സമൂഹത്തിന്റെ. ഭാര്യയും ഭർത്താവും ഷെയർ ചെയ്ത് ജോലികൾ ചെയ്യുന്നുണ്ട്, കൺസെപ്റ്റ് മാറി സമൂഹത്തിന്റെ. ഇതൊക്കെ എന്താണ്? മോഡേൺ സൊസൈറ്റിയുടെ കുറെ പെക്യൂലിയാരിറ്റീസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പുരുഷന്മാരുടെയും പരസ്യങ്ങൾ കാണാറില്ലേ? ഉണ്ട്. കായിക ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ടും പുരുഷന്മാരുടെയാണ് കാണാറ്, അല്ലെ? പക്ഷെ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു വന്നത്. പക്ഷെ നമ്മൾ മാറ്റം വന്നതിനെ കുറിച്ചല്ല പഠിക്കുന്നത്, സമൂഹത്തിൽ നിലനിന്നിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അത് കുട്ടികൾക്കുള്ള വർക്കാണ്, നമുക്കത് ആവശ്യമില്ല. അപ്പം പരസ്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലിംഗ പദവി വാർപ്പ് മാതൃകളെ പല രീതിയിൽ ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഭാഷയും ലിംഗ പദവി വാർപ്പ് മാതൃകകളും, ലാംഗ്വേജും ജെൻഡർ സ്റ്റീരിയോ ടൈപ്പും ആണ് പറയുന്നത്. നാം ഉപയോഗിക്കുന്ന ഭാഷകളിലും ലിംഗപദവി വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഉണ്ടല്ലോ. ഭാഷകളിൽ നാമപദങ്ങളെ ആൺ പെൺ എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. പൗരൻ, മനുഷ്യൻ തുടങ്ങിയ പദങ്ങളൊക്കെ പുരുഷനെയാണ് എന്ന് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ ഒരു പൊതുവായ ധാരണ. അതായത് നമ്മൾ ലേഡി ഡോക്ടർ എന്ന് പറയാറുണ്ട്, ലേഡി ഡോക്ടർ എന്ന് പറയാറുണ്ട്. പക്ഷെ പുരുഷ ഡോക്ടർ എന്ന് പറയാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ്? ഒരു മെയിൽ ഡോക്ടറാണ്. അപ്പൊ ലേഡി ഡോക്ടർ എന്ന പദം നമ്മൾ പ്രയോഗിക്കാറുണ്ട്, എന്നാൽ പുരുഷ ഡോക്ടർ എന്ന പദം നമ്മൾ പ്രയോഗിക്കാറില്ല. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പുരുഷൻ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച വാക്കുകളും പ്രയോഗങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിലാണ് ഇപ്പോഴും നമ്മൾ പ്രയോഗിച്ച് വരുന്നത്. ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിലൂടെ വാർപ്പ് മാതൃകകൾ ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഭാഷ വഴിയുള്ള ഇത്തരം വാർപ്പ് മാതൃക ഉറപ്പിക്കലിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നാണ് കുട്ടികളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് പൊതുവെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, നേഴ്സ്, ടീച്ചർ, ഡോക്ടർ എന്നൊക്കെ, അല്ലെ? അപ്പൊ അതിൽ മെയിൽ ഡോക്ടർ ആണോ ഫീമെയിൽ ഡോക്ടർ ആണോ എന്ന് സെപ്പറേറ്റ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഭാഷ വഴിയുള്ള ഇത്തരം വാർപ്പ് മാതൃകകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പദങ്ങളും പ്രയോഗങ്ങളും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ലിംഗ പദവി ഉൾച്ചേർന്ന പ്രയോഗങ്ങൾ, ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പദങ്ങൾ, ഫോർ എക്സാമ്പിൾ ടീച്ചർ, അതിന് മെയിൽ ടീച്ചറും വരും ഫീമെയിൽ ടീച്ചറും വരും. എഞ്ചിനീയർ, മെയിൽ എഞ്ചിനീയർ വരും ഫീമെയിൽ എഞ്ചിനീയർ വരും. നേഴ്സ്, ഫീമെയിൽ നേഴ്സും വരും മെയിൽ നേഴ്സും വരും. അപ്പോൾ ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പദങ്ങളും പ്രയോഗങ്ങളും ഒക്കെ പ്രയോഗിക്കുക വഴി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് റീഇൻഫോഴ്സിങ്ങിനെ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇനി ലിംഗപദവി വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്ന ഘടകങ്ങളാണ് മാധ്യമങ്ങളും ഭാഷയും എന്ന് നമ്മൾ മനസ്സിലാക്കി. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കല, സാഹിത്യം മുതലായവയും ലിംഗപദവി വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്നുണ്ട്. ഇനി ലിംഗപദവി അധിഷ്ഠിതമായിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങൾ, ജെൻഡർ ബേസ്ഡ് വയലൻസ്. സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവം, ഭർതൃ വീട്ടുകാർക്കെതിരെ കേസ്, ട്രാൻസ്ജെൻഡർ വ്യക്തിയെ പൊതു ഇടങ്ങളിൽ അവഹേളിച്ചു, ട്രാൻസ്ജെൻഡർ സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുത്ത പോലീസ്. പത്ര കട്ടിങ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ലിംഗപദവി അധിഷ്ഠിതമായിട്ടുള്ള അതിക്രമങ്ങളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. നോക്കിയേ, അപ്പൊ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ന്യായ സമൂഹത്തിന് യോജിച്ചതാണോ? എന്താണ് ന്യായ സമൂഹം എന്ന് ആദ്യം നോക്കാം. ജാതി, മതം, ലിംഗപദവി എന്നീ ഭേദങ്ങളില്ലാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭിക്കുന്ന സമൂഹമാണ് ന്യായ സമൂഹം. ഇനി അപ്പൊ ഈ പറഞ്ഞ മുകളിൽ കൊടുത്തിട്ടുള്ള കേസുകളല്ലേ, പത്ര കട്ടിങ്ങളൊക്കെ നമുക്ക് ന്യായ സമൂഹത്തിന് യോജിച്ച ഒരു പത്രവാർത്തകളായിട്ടാണോ തോന്നുന്നത്? അല്ല. ന്യായ സമൂഹം എന്നാൽ എന്താണ്? ജാതി, മതം, ലിംഗപദവി എന്നീ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാക്കുന്ന ഒരു സമൂഹമാണ് ന്യായ സമൂഹം. അപ്പോ നമ്മുടെ ജസ്റ്റിസ് BR കൃഷ്ണയ്യരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹമാണ്, എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹമാണ് ന്യായ സമൂഹം എന്ന നിരീക്ഷണമാണ് ജസ്റ്റിസ് BR കൃഷ്ണയ്യർ നടത്തിയത്. ന്യായ സമൂഹം എന്താണ് എന്നുള്ളത് മനസ്സിലായി. എല്ലാ അംഗങ്ങൾക്കും എന്ത് വേണം? ജാതി, മത, ലിംഗ, പദവി ഭേദങ്ങൾ ഒന്നുമില്ലാതെ എല്ലാ അംഗങ്ങൾക്കും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കാനായിട്ട് പറ്റുന്ന ഒരു സമൂഹമായിരിക്കണം. അതാണ് ന്യായ സമൂഹം. ഓക്കെ. ഇനി ലിംഗവിവേചനമില്ലാത്ത ലോകം. അപ്പൊ അതിനു മുമ്പ് നമ്മള് മേൽമുണ്ട് സമരം, കല്ലുമാല സമരം, നമ്മൾ ഈ ലിംഗവിവേചനമൊക്കെയായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മുലമാറാപ്പ് വഴക്ക്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നതാണ്. എന്താണ്? വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി
തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ ഉത്രം തിരുനാളാണ് അല്ലെ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പൊ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തി വന്നിരുന്ന സമരമാണ്. മുലമാറാപ്പ് വഴക്ക്, മേൽശീല വഴക്ക്, മേൽമുണ്ട് സമരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. അടുത്തത് കല്ലുമാല സമരം. എന്താണ്? അധസ്ഥിത വിഭാഗമായി കണക്കാക്കിയിരുന്ന പുലയ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് എന്താണ് ജാതിയുടെ അടയാളമായിട്ട് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ മാത്രമായിരുന്നു അവര് ധരിച്ചുകൊണ്ടിരുന്നത്. കല്ല്, കുപ്പിച്ചില്ല് കൊണ്ടുള്ള മാലകളൊക്കെയാണ് അവര് നിർബന്ധമായിട്ടും താഴ്ന്ന ജാതിക്കാരെ അണിയേണ്ടിയിരുന്ന ആഭരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ പെരിനാട്ടിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. വർഷം അറിയാലോ, 1915. ഓക്കെ, ഇനി ഇതാണ് പെരിനാട് ലഹള എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന കാര്യങ്ങളാ, കല്ലുമാല സമരം ഒക്കെ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മേൽമുണ്ട് സമരം അല്ലെ ചാന്നാർ ലഹള, കല്ലുമാല സമരം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചത്? ജാതി വിവേചനത്തോടൊപ്പം അധികമായി ലിംഗവിവേചനം കൂടി നേരിട്ട സ്ത്രീകൾ സമരത്തിലൂടെ അവരുടെ കാര്യങ്ങൾ നേടിയെടുത്തതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന വാർപ്പ് മാതൃകകൾ, വഴക്കങ്ങൾ എന്നിവയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ഈ വിവേചനങ്ങളെ അതിജീവിച്ചത്. അപ്പോ ഇനി കുറച്ച് പേപ്പർ കട്ടിങ്സ് കൂടെ തന്നിട്ടുണ്ട്. ഇതുപോലെ ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ലിംഗ പദവികൾക്കിടയിലെ തുല്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന കാരണമാണ് ലിംഗ പദവി വിവേചനം അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഒരു ലിംഗ പദവിയുടെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് മറ്റു ലിംഗ പദവികളെ അടിച്ചമർത്തുന്ന പ്രക്രിയയാണ് ലിംഗ പദവി വിവേചനം എന്ന് ഉദ്ദേശിക്കുന്നത്. ലിംഗ പദവികൾക്കിടയിലെ തുല്യതയ്ക്ക് തടസ്സം നേരിടേണ്ടി വരുന്ന രീതിയിൽ ഒരു ലിംഗ പദവിയുടെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് മറ്റ് ലിംഗ പദവികളെ അടിച്ചമർത്തുന്ന സപ്രസ് ചെയ്യുന്ന പ്രക്രിയയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഭരണഘടനയിലെ ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 എന്താണ്? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒരു വ്യക്തിയും ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടരുത് എന്ന് അനുച്ഛേദം 15 പറയുന്നുണ്ട്. അനുച്ഛേദം 15 എന്താണ്? അനുച്ഛേദം 15 പറയുന്നത് മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നീ 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ എന്ത് വരുന്നുണ്ട്? ലിംഗ പദവിയുടെ കാര്യം പറയുന്നുണ്ട് അല്ലെ. ലിംഗം, മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം. അപ്പൊ ലിംഗ വിവേചനം നേരിടാൻ പാടില്ല, ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. ലിംഗഭേദത്തോടൊപ്പം ലിംഗ പദവിയും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണ് എന്ന് 2014 സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഭരണഘടനയിലെ ലിംഗപദവിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ? ലിംഗപദവിയുമായി ബന്ധപ്പെട്ട് അനുച്ഛേദം 14, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറയുന്നുണ്ട്. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. അനുച്ഛേദം 15 എന്താ പറയുന്നത്? മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം കാണിക്കരുത് എന്നുള്ളതാണ്. ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണ് എന്ന് 2014 സുപ്രീം കോടതി കൂടി പറയുകയുണ്ടായി. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് 2014 നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വിധിന്യായത്തിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് 2014 നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചതാണ്. അതായത് അതിലാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അവർക്ക് നിയമപരമായിട്ടുള്ള തിരിച്ചറിയലും അതുപോലെ അവകാശങ്ങളും ഉണ്ടെന്നൊക്കെ സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കൂടാതെ അവരെ തേർഡ് ജെൻഡറായി പരിഗണിക്കണം എന്നൊക്കെ സുപ്രീം കോടതി വ്യക്തമാക്കിയ ഒരു കേസായിരുന്നു ഈ നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന സുപ്രീം കോടതിയുടെ വ്യാഖ്യാനം എന്ന കേസാണ് നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ. നമ്മൾ പറഞ്ഞ അനുച്ഛേദങ്ങളൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അനുച്ഛേദം 14 എല്ലാ ലിംഗ പദവികളുടെയും തുല്യ അവകാശം, ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അനുച്ഛേദം 14 എല്ലാ ലിംഗ പദവികളുടെയും തുല്യാവകാശം.
അനുച്ഛേദം 15 എന്താണ്? ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞത് അനുച്ഛേദം 15-ലാണ്. അപ്പൊ അനുച്ഛേദം 15 എന്ന് പറയുമ്പോൾ ലിംഗപദവി മാത്രമല്ല അതിൽ പറയുന്നത്, മതം, ജാതി, വർഗം, ജന്മസ്ഥലത്തോടൊപ്പം ലിംഗം കൂടി ചേർത്താണ് പറയുന്നത്. ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ആർട്ടിക്കിൾ 16 എന്താണ്? എല്ലാ ലിംഗ പദവികൾക്കും അവസര സമത്വത്തെ കുറിച്ചാണ് പറയുന്നത്. അവസര സമത്വം എന്നാണ് പറയുന്നത്. ഇനി അനുച്ഛേദം 19(1) എന്താ പറയുന്നത്? സ്വതന്ത്രമായി വേഷം, എല്ലാ ലിംഗ പദവികൾക്കും സ്വതന്ത്രമായി വേഷം, പെരുമാറ്റം, പ്രവർത്തികൾ എന്നിവയിലൂടെ ലിംഗ പദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. അനുച്ഛേദം 21 എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. അനുച്ഛേദം 51(a)-ൽ ഇ സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. 51 മൗലിക കർത്തവ്യമാണ് പറയുന്നത്. സ്ത്രീകളുടെ അന്തസ്സിന് എല്ലാ സ്ത്രീകളെയും എന്ത് ചെയ്യണം? എല്ലാ സ്ത്രീകളെയും ആദരിക്കണം. അവരുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കണം. ഇതൊക്കെ ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി മൗലിക സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അനുച്ഛേദം 19-ലും 21-ലും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? എല്ലാ ലിംഗ പദവികൾക്കും സ്വതന്ത്രമായി വേഷം, പെരുമാറ്റം, പ്രവൃത്തികൾ എന്നിവയിലൂടെ ലിംഗ പദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ടെന്ന് അനുച്ഛേദം 19(1)(a)-ൽ പറയുന്നു. അനുച്ഛേദം 21 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വകാര്യത, പുട്ടവർത്തി കേസ് എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും. എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഈ 6 കാര്യങ്ങളും PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാ, ഇനിയും ചോദിക്കും. ഇതെല്ലാം ഉറപ്പായും നിലനിൽക്കേണ്ട ഒരു ന്യായ സമൂഹമാണ് രാജ്യത്തിന് ഉണ്ടാകേണ്ടത് എന്ന നിലപാടാണ് നമ്മുടെ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരമൊരു ന്യായ സമൂഹത്തിൽ ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തുല്യമായി എല്ലാ ലിംഗ പദവികൾക്കും ലഭിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിംഗ പദവി തുല്യത പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യണം. ലിംഗ പദവി വാർപ്പ് മാതൃകകൾ ഒരു വെല്ലുവിളിയായി നിൽക്കാൻ പാടില്ല. ലിംഗ പദവി വാർപ്പ് മാതൃകകളെ പ്രോത്സാഹിപ്പിക്കുന്ന വഴക്കങ്ങളോടുള്ള വെല്ലുവിളി. ലിംഗ പദവി ഉൾച്ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂസീവ് ആണ് അല്ലെ? ഉൾച്ചേർക്കൽ, ഇൻക്ലൂഷൻ, ജെൻഡർ ഇൻക്ലൂഷൻ, തുല്യതയും ഉറപ്പാക്കുന്ന തൊഴിലിടങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെ എന്താണ്? ലിംഗ പദവിയിലുള്ള ലിംഗ വിവേചനം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഭരണഘടന പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള തുല്യതയും സ്വാതന്ത്ര്യവും എല്ലാ ലിംഗ പദവികൾക്കും ലഭ്യമാകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നോക്കിയേ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസമത്വങ്ങൾ നിലനിൽക്കാത്ത ഒരു ന്യായ സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കണം. ഭരണഘടന വിഭാവനം ചെയ്യുന്നത് പോലെ എല്ലാവർക്കും തുല്യ രീതിയിലുള്ള ഒരു സമൂഹം, എല്ലാ ലിംഗ പദവിയിലുള്ളവരെയും തുല്യമായുള്ള പരിഗണന, ഇതെല്ലാം ചെയ്യണം. അതിനെയാണ് ഇൻക്ലൂഷൻ, ജെൻഡർ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രക്രിയയിൽ സമൂഹത്തിലെ ഓരോ അംഗവും പങ്കാളിയാവേണ്ടതുണ്ട്. അത് ഓരോരുത്തരുടെയും സാമൂഹിക ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മുടെ ഈ ന്യൂ SCERT ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാ ചാപ്റ്ററും എൻഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് കുറെ മോറൽ വാല്യൂസ് അല്ലെ അവരുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്താണ്? ജെൻഡർ ഇൻക്ലൂഷൻ എന്നുള്ളത് എന്താണ്? ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമാണെന്നാണ് പറയുന്നത് അല്ലെ. ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സമൂഹീകരണവുമായി ബന്ധപ്പെട്ട്, സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ചാപ്റ്റേഴ്സ് കൂടി പഠിക്കാനുണ്ട്. 10th സ്റ്റാൻഡേർഡിൽ 2 ചാപ്റ്റർ കൂടി കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം നമുക്ക് ഷുവറായിട്ടും വരും. അത് ഇത്തരത്തിലുള്ള ടേംസുകളാണെങ്കിലാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരിക. അപ്പൊ അത് ആ ടേംസ് ഓരോന്നും എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക മാത്രമാണ് ഈ ഭാഗത്ത് ചെയ്യേണ്ടതുള്ളൂ. എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് അറിയുന്നതാണ്. സോഷ്യലൈസേഷനിലൂടെ നമ്മൾ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുകളിൽ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പദങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ട് വെക്കുക എന്നുള്ളത് ഒരു ഡ്യൂട്ടി മാത്രമാണ് ഈ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ഓക്കെ ആണല്ലോ. ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ആ കാര്യങ്ങളൊക്കെ പറയണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. സ്റ്റഡി പ്ലാൻ ഒക്കെ ആക്സസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഫേസ്ബുക്ക് പേജ് കൂടി അങ്ങ് ഫോളോ ചെയ്തേക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.